മുന്നറിയിപ്പ്. ബീഹാറിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ മടുത്തു. നിതീഷ് കുമാറിനെ അവർ അധികം വൈകാതെ പുറത്താക്കും. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അത് അറിയാത്ത ഒരു മുഖ്യമന്ത്രി. ഒരു വർഷമായി അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിട്ടില്ല. സ്വയം നോക്കാൻ കഴിയാത്ത ഒരാൾ ബീഹാറിനെ എങ്ങനെ പരിപാലിക്കും? നിങ്ങൾക്കും എനിക്കും ഇത് അറിയാമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇത് ശ്രദ്ധിക്കുന്നില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ജൻ സൂരജ് പാർട്ടി നേതാവും മുൻ രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ. ബീഹാറിലെ 60%-ലധികം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഈ വർഷം അവസാനം നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകില്ല എന്നും ജൻ സൂരജ് പാർട്ടി നേതാവും മുൻ രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം. അടുത്ത 2 മാസത്തിനുള്ളിൽ മാറ്റം ആഗ്രഹിക്കുന്ന 60%-ലധികം ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് തീരുമാനിക്കും. മുൻപ് തങ്ങളെ നിരാശപ്പെടുത്തിയവർക്ക് അവർ വീണ്ടും വോട്ട് ചെയ്യുമോ? അവർ അവരെ വിശ്വസിക്കുമോ? അതോ അവർ ഒരു പുതിയ ബദൽ തിരഞ്ഞെടുക്കുമോ? എന്തായാലും നവംബറിന് ശേഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകില്ല. ബീഹാറിന് ഒരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകും. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് പ്രശാന്ത് കിഷോർ ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. താനും സംഘവും നടത്തിയ ഒരു സർവേയിലാണ് ബീഹാറിലെ 62% ആളുകൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് എന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഇപ്പോൾ ഒരേ ഒരു ചോദ്യം, അവർ എന്റെ പുതിയ പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ അതോ ലാലു പ്രസാദ് യാദവിന്റെ RJDക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്യുമോ എന്നാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഇപ്പോഴത്തെ ശാരീരിക മാനസിക അവസ്ഥ വെച്ച് നിതീഷ് കുമാറിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ബീഹാറിലെ എല്ലാവർക്കും അറിയാം. ഒരു വേദിയിലിരിക്കുകയും തന്റെ അടുത്തിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് മറക്കുകയും ചെയ്യുന്ന ഒരാൾ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ഈ ക്രമീകരണം തുടരാനാണ് BJP ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ബീഹാറിൽ സ്വന്തമായി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പോ ആത്മവിശ്വാസമോ BJPക്കില്ല എന്നതാണ് ഉത്തരമെന്ന് കിഷോർ പറയുന്നു. മുൻകാലങ്ങളിലും അങ്ങനെ ചെയ്തിട്ടില്ല. അതിനാൽ അവർ നിതീഷ് കുമാറിന്റെ ഭാരം വഹിക്കുകയാണ് എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ ആരോപണം. പൊതുപരിപാടിയിൽ ദേശീയഗാനം അവതരിപ്പിച്ച വേളയിൽ ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നിതീഷ് കുമാറിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ദേശീയഗാനത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നിതീഷ് കുമാറിന്റെ പെരുമാറ്റത്തിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നു. ബീഹാർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നു. ഏതാനും ആഴ്ചകളെ നിതീഷ് കുമാറിനെ നിരന്തരം വിമർശിച്ച് രംഗത്ത് സജീവമാണ് പ്രശാന്ത് കിഷോറും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കരുത് എന്നാണ് വോട്ടർമാരോടുള്ള കിഷോറിന്റെ അഭ്യർത്ഥന. അധികാരം നിലനിർത്താനുള്ള കവചമായി നിതീഷ് കുമാറിനെ BJP ഉപയോഗിക്കുകയാണ് എന്നും അടുത്തിടെ ഉണ്ടായ മന്ത്രിസഭാ വികസനം കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പൊതുപണം ദുർവിനിയോഗം ചെയ്യാനുള്ള അവസരമാക്കി മാറ്റി എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ ആരോപണം. ആരോപണങ്ങൾക്കിടെ നിതീഷ് കുമാർ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഒരു പ്രശ്നവുമില്ല എന്നും വാദിച്ചു മകൻ നിശാന്ത് കുമാറും JDU നേതാക്കളും രംഗത്ത് വന്നിരുന്നു. നിതീഷ് 100% ഫിറ്റ് ആണെന്നും അടുത്ത തവണയും സംസ്ഥാനത്തെ നയിക്കാൻ സാധിക്കുമെന്നുമാണ് അവരുടെ അവകാശവാദം. ന്യൂസ് ഡെസ്ക് കർമ്മ.